ഹായ്, നമസ്കാരം. മോഡേൺ ആർക്കിടെക്ചറൽ ഡിസൈനിൽ നിർമ്മിച്ച മനോഹരമായിട്ടുള്ളൊരു വീട് വരുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് കിഴക്കമ്പലത്താണ്. കിഴക്കമ്പലം ജംഗ്ഷനിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ അകലത്തിലായിട്ടാണ് വീട് വരുന്നത്. ഇൻഫോ പാർക്കിലേക്ക് വരുന്ന ദൂരം ഏകദേശം ഒരു 9 കിലോമീറ്റർ. മെയിൻ ബസ് റൂട്ടിലേക്ക് ഒരു 400 മീറ്റർ ദൂരമുണ്ട്. എൻ്റെ പുറകിൽ കാണുന്ന ഈ വീടിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കിണർ വെള്ളം അവൈലബിൾ ആയിട്ടുണ്ട്, വാട്ടർ കണക്ഷനുമുണ്ട്, 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവുമുണ്ട്. നല്ലൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടാണ് ഈ വില്ല വരുന്നത്. നമുക്ക് ആ വില്ലയുടെ കൂടുതൽ വിശേഷങ്ങളൊന്നും നോക്കിയാലോ. ഈ കാണുന്ന മനോഹരമായിട്ടുള്ള വീടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. വീട് വരുന്നത് കിഴക്കമ്പലത്താണ്. ചാർട്ടർ സ്കൂളിൻ്റെ തൊട്ടടുത്തായിട്ടാണ് വീട് വരുന്നത്. ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടാണ് ഈ വില്ല വരുന്നത്. 4 സെൻറ്റ് സ്ഥലത്ത് 1800 സ്ക്വയർ ഫീറ്റിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. 3 ബെഡ്റൂമുകളാണ് വീടിന് വരുന്നത്. വീടിൻ്റെ എലിവേഷനിൽ നോക്കിയാൽ അറിയാം ഒരു ആർക്കിടെക്ചറൽ ഡിസൈനാണ് വീടിന് നൽകിയിരിക്കുന്നത്. മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ സ്ക്വയർ ടൈപ്പ് ഡിസൈൻ വർക്കുകൾ കാണാം. ഒരു വലിയ ഗ്ലാസ് ഒരു ഭിത്തിയിലായിട്ട് നൽകിയിട്ടുണ്ട്. ഇവിടെ ബാൽക്കണിയാണ് വരുന്നത്. ബാൽക്കണിയിൽ ടെറാക്കോട്ട ചാലുകൾ നൽകിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് പെയിൻറ്റിങ് കോമ്പിനേഷനാണ് വീടിന് വരുന്നത്. കൂടാതെ റെഡ് കളറും അതിന് ഇടയിലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് വരുന്നത് ഈ കാണുന്ന റോഡാണ്. ആ റോഡ് ഫ്രണ്ടേജായിട്ടാണ് വീട് വരുന്നത്. നല്ലൊരു കമ്മ്യൂണിറ്റിയിലാണ് വീട് വരുന്നത്. 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. വീടിൻ്റെ മതിലിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞ് ഇവിടെയും ആ ടെറാക്കോട്ട ജാളികൾ കൊടുത്തിട്ടുണ്ട്. മതിൽ ഇവിടെ ഒരു വൈറ്റ് കളർ പെയിൻറ്റിങ്ങും ഗ്രീൻ കളർ പെയിൻറ്റിങ്ങും കൊടുത്തിട്ടുണ്ട്. ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ലൈഡിങ്ങിലാണ് ഗേറ്റ് വരുന്നത്. ഒരു വശത്തേക്ക് പെഡസ്റ്റൽ ഗേറ്റും വരുന്നുണ്ട്. വീടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്കിവിടെ ലഭ്യമായിട്ടുണ്ട്. 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാം. ഇതാണ് കവേർഡ് കാർ പാർക്കിംഗ് സ്പേസ് വരുന്നത്. ഇവിടെ ഒരു പില്ലർ വരുന്നുണ്ട്. അവിടെ ടെറാക്കോട്ട ടൈലുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പ്ലാന്റർ ബോക്സ് കൊടുത്തിട്ടുണ്ട്. കലാത്തിയ പ്ലാന്റ്സും കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. കിണർ വെള്ളം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അത് കിണർ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. അതുപോലെ തന്നെ വാട്ടർ കണക്ഷനും ഇവിടെ ലഭ്യമായിട്ടുണ്ട്. വർക്ക് ഏരിയ സ്പേസിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. വീടിൻ്റെ പുറകുവശത്താണ് അത് വരുന്നത്. വലിയ വർക്ക് ഏരിയ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം ടൈലുകൾ ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് വരുമ്പോൾ മെറ്റൽ ചിപ്സാണ് നൽകിയിരിക്കുന്നത്. വീടിന് ചുറ്റും അത്യാവശ്യം നടക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ ഫ്രണ്ട് ഏരിയയിലായിട്ട് നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാനായിട്ടൊരു ചെറിയ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഈ ഭാഗത്ത് ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്ലാന്റർ ബോക്സ് ഈ ഭാഗത്ത് വരുന്നുണ്ട്. ഈ ഭിത്തിയിലെല്ലാം ടെറാക്കോട്ട ടൈലുകൾ ഒട്ടിച്ചിട്ടുണ്ട്. ജനലുകൾക്ക് വൈറ്റ് കളർ പെയിൻറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. വീടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ സിറ്റ് ഔട്ട് ഇവിടെയാണ്. സിറ്റ് ഔട്ടിൽ ഫുൾ ബോഡി ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു പില്ലർ കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ അകത്തേക്ക് പോകാം. മെയിൻ ഡോർ വരുന്നത് സ്റ്റീൽ ഡോറാണ്. ഇവിടെ വലിയൊരു ലോക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് വരുമ്പോൾ ലിവിങ് ഏരിയയാണ്. ഇതാണ് ലിവിങ് സ്പേസ്. ഇവിടെ ഒരു 3 പാളി ജനൽ കാണാം. അതുപോലെ തന്നെ ചെറിയൊരു TV യൂണിറ്റിൻ്റെ സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് പുറകിലായിട്ട് സ്റ്റെയർ പോകുന്നുണ്ട്. മുകൾ ഭാഗത്ത് ഫോൾ സീലിംഗ് വർക്ക് വളരെ സിമ്പിളായിട്ട് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ചെറിയ കോവിലൈറ്റിങ് മാത്രം കൊടുത്തിരിക്കുന്നു. വലിയ ജനലാണ്, വൈറ്റ് കളറാണ് ജനലുകൾക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഡൈനിങ് സ്പേസ് ലിവിങ് സ്പേസിനോട് ചേർന്ന് തന്നെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല വലിയ ഡൈനിങ് ടേബിൾ ഉണ്ടാവുന്ന രീതിയിലുള്ള വലിയ ഡൈനിങ് സ്പേസ് തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ ഒരു 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. ഇത് കാർ പോർഷൻ്റെ പുറകിലുള്ള ആ ജനലാണ്. അതുപോലെ തന്നെ ഫോൾ സീലിംഗ് വർക്ക് ഇവിടെ വരുന്നുണ്ട്. സെമി ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ വരുന്നത്. ഇവിടെ ചെറിയ ക്യൂരിയോസൊക്കെ വയ്ക്കാവുന്ന സ്പേസ് ലൈറ്റിങ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ലൂവർ പാറ്റേൺ കൊടുത്തിരിക്കുന്നു. ഒരു ആർക്കി ഡ്രൈവാണ് ഇവിടെ വരുന്നത്. ഇതാണ് കിച്ചൺ. ഈ ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത്. മുകളിലും താഴെയുമായിട്ട് ധാരാളം കബോർഡുകൾ വരുന്നുണ്ട്. ബ്ലാക്ക് കളറിലുള്ള പ്രൊഫൈൽ ഹാൻഡിലുകളാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ നമുക്കിവിടെ നോക്കിയാൽ അറിയാം വാൾ ടൈലുകൾ കൊടുത്തിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള വാൾ ടൈലുകളാണ്. ഒരു 3 പാളി ജനൽ വരുന്നുണ്ട്. ഇവിടെയും ഒരു 2 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. വർക്ക് ഏരിയ നമ്മൾ കണ്ടതാണ്. ഇവിടെ വർക്ക് ഏരിയ സ്പേസ് ആണ്.
ഇതാണ് വർക്ക് ഏരിയ സ്പേസ്. വീടിൻ്റെ താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണുള്ളത്. നമുക്ക് താഴത്തെ നിലയിലെ ബെഡ്റൂം ഒന്ന് നോക്കാം. ഇവിടെ വാഷ് കൗണ്ടർ ഒരുക്കിയിട്ടുണ്ട്, അത് പറയാൻ നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. ഇവിടെയാണ് വാഷ് കൗണ്ടർ. വലിയൊരു മിറർ, LED മിറർ കൊടുത്തിട്ടുണ്ട്. വാനിറ്റി കൗണ്ടർ കൊടുത്തിരിക്കുന്നു. ഇവിടെ സൊമാനിയുടെ ഒരു വാഷ് ബേസിനാണ് വരുന്നത്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. ഇതാണ് മരത്തിലാണ് ബെഡ്റൂം ഡോറ് കൊടുത്തിരിക്കുന്നത്. മഹാഗണി വുഡാണ് അതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ 3 വാളി ജനൽ വരുന്നുണ്ട്. ഇവിടെയും ഒരു ജനൽ കൊടുത്തിട്ടുണ്ട്. വലിയ വാർഡ്രോബ് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഒരു കമ്പ്യൂട്ടർ ടേബിൾ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഡ്രസ്സിംഗ് ഏരിയ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് വാർഡ്രോബിൻ്റെ അകവശം. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകൾ നമുക്ക് കാണാം. ഭാഗത്ത് ഫോൾ സീലിംഗ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വാൾ ലൈറ്റുകളും കൊടുത്തിരിക്കുന്നു. ബാത്റൂമിലേക്ക് വരുമ്പോൾ ഇതാണ് ബാത്റൂം. ബാത്റൂമിൻ്റെ ഡോറ് ഫിറ്റ് ചെയ്തിട്ടില്ല. അതെല്ലാം ചെയ്ത് നൽകുന്നതാണ്. വെറ്റും ഡ്രൈയുമായിട്ട് ബാത്റൂം തിരിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു വുഡൻ ഡിസൈനിലാണ് വരുന്നത്. ബാക്കിയെല്ലാം ഗ്ലോസി പാറ്റേൺ വരുന്നത്. ഇവിടെ വെന്റിലേഷൻ വേണ്ടിയിട്ടുള്ള വിൻഡോ, എക്സോസ്റ്റ് ഫാൻ, ഷവറിൻ്റെ ഏരിയ. ഇവിടെ ഒരു ക്ലോസറ്റ് വരുന്നുണ്ട്. കയറി വരുമ്പോൾ തന്നെ വാഷ് ബേസിനും ഒരു മിററും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ബെഡ്റൂമിൻ്റെ വിശേഷം. മുകളിലത്തെ നിലയിലേക്ക് പോകുന്നതിനുള്ള സ്റ്റെയർ വരുന്നത് ഈ ഡൈനിങ്ങിൻ്റെയും ലിവിങ്ങിൻ്റെയും ഇടയിൽ നിന്നാണ്. ഫുൾ ബോഡി ടൈലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഹാൻഡ് റെയിലിന് പ്രത്യേകതയുണ്ട്. അത് MS-ലാണ് ചെയ്ത് എടുത്തിരിക്കുന്നത്. കയറി വരുമ്പോൾ ഒരു സെൻറ്റർ ഭാഗത്ത് ഗ്ലാസ് കൊടുത്തിട്ട് ഇരുവശത്തും ടെറാക്കോട്ട ജാളികൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു ഷാൻഡിലിയർ വരുന്നുണ്ട്, ഹാങ്ങിങ് കൊടുത്തിരിക്കുന്നു. കയറി വരുന്നത് അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. ഇതാണ് അപ്പർ ലിവിങ് സ്പേസ്. ഇവിടെ ഒരു 3 വാളി ജനൽ വരുന്നുണ്ട്. L ഷേപ്പിലാണ് ഈ ഭാഗം വരുന്നത്. ഇവിടെ അപ്പർ ലിവിങ് ഏരിയ ഇതാണ്. മുകൾ ഭാഗത്ത് ചെറിയൊരു ഫോൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്ക് വരുന്നുണ്ട്. മുകളിലത്തെ നിലയിലുള്ള ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ഇവിടെയാണ്. ഇവിടെ ഒരു ബേ വിൻഡോ നൽകിയിരിക്കുന്നു. ഇവിടെ ഒരു 3 വാളി ജനലും. വാർഡ്രോബ് വരുന്നത് ഇവിടെയാണ്. മുകളിൽ ഫോൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ബേ വിൻഡോൻ്റെ അടിയിലായിട്ട് കുറച്ച് സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. വലിയൊരു വിൻഡോയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. പുറത്തേക്കുള്ള വ്യൂ വളരെ മനോഹരമാണ്. ഇതാണ് ബാത്റൂം. വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ ബാത്റൂമാണ് നൽകിയിരിക്കുന്നത്. അവസാന ഭാഗത്ത് ക്ലോസറ്റാണ് വരുന്നത്. ഇവിടെ ഈ ഭിത്തിയിൽ ഒട്ടിച്ചിരിക്കുന്നത് വുഡൻ പാറ്റേണുള്ള ടൈലാണ്. സെൻട്രൽ ഭാഗത്തായിട്ടാണ് ഷവർ കൊടുത്തിരിക്കുന്നത്. ഇവിടെ വാഷ് ബേസിനും മിററും ഒക്കെ വരുന്നുണ്ട്. വലിയ ഒരു ബാത്റൂം. ഇനി പോകുന്ന 3ാമത്തെ ബെഡ്റൂമിലേക്കാണ്. 3ാമത്തെ ബെഡ്റൂം വരുന്നത് ഇവിടെയാണ്. ഇവിടെ 3 വാളി ജനൽ, ഇവിടെ ഒരു 3 വാളി ജനൽ കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബ് ഈ ഭിത്തിയിൽ കൊടുത്തിരിക്കുന്നു. മൾട്ടിവുഡ് ഉപയോഗിച്ചിട്ടാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഫോൾ സീലിംഗ് വർക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ബാത്റൂമിൻ്റെ സ്പേസ് വരുന്നത്. നേരെ നോക്കുമ്പോൾ തന്നെ വാഷ് ബേസിൻ. സെൻട്രൽ ഭാഗത്തായിട്ടാണ് ക്ലോസറ്റ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും വെറ്റും ഡ്രൈയുമായിട്ട് തിരിച്ചിട്ടുണ്ട്. അവസാന ഭാഗത്തായിട്ട് നമ്മുടെ ഷവറും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കാണാനുള്ളത് യൂട്ടിലിറ്റി സ്പേസ് ആണ്. യൂട്ടിലിറ്റി സ്പേസ് വരുന്നത് ഇവിടെയാണ്. ഗ്ലോസി ആയിട്ടുള്ള ടൈല് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഡ്രസ് വർക്ക് ചെയ്താണ് ഈ ഏരിയ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് കാണാം. മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ഇവിടെ നിന്നാണ്. ടെറസിലേക്ക് പോകാനുള്ള സ്പേസ് ഇവിടെ നിന്നും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ വിശേഷങ്ങൾ. ഇനി നമുക്ക് ബാൽക്കണി കൂടി മാത്രമാണ് കാണാനുള്ളത്. ഇവിടെയാണ് ബാൽക്കണി വരുന്നത്. ബാൽക്കണിയിലേക്കുള്ള ഡോറാണിത്. തുറന്ന ബാൽക്കണിയാണ്. ഒരുപാട് സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണി അല്ല, ചെറിയൊരു ബാൽക്കണി മാത്രമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. പാരപ്പറ്റ് കൊടുത്തിരിക്കുന്നത് ഹാൻഡ് റെയിൽ MS-ലാണ് ചെയ്തിരിക്കുന്നത്. ടെറാക്കോട്ട ജാളികളും ഇവിടെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. 4 സെൻറ്റ് സ്ഥലത്ത് 1800 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളുള്ള മനോഹരമായിട്ടുള്ളൊരു വീടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയത്.
വീട് വരുന്നത് കിഴക്കമ്പലം പഞ്ചായത്തിലാണ്. ചെറിയ ഗേറ്റഡ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടാണ് വില്ല വരുന്നത്. 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ കിണർ വെള്ളം അവൈലബിൾ ആണ്. വാട്ടർ കണക്ഷനും നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ വീടിൻ്റെ വില ചോദിക്കുന്നത് 58 ലക്ഷം രൂപയാണ്, പക്ഷേ നെഗോഷ്യബിൾ ആണ്. ഈ വീട് കാണാനും ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനുമായിട്ട് നമ്മുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.